ഹലോ, PSC ഓൺലൈൻ ക്രാക്കറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഊർജ്ജതന്ത്രത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് യൂണിറ്റുകളാണ്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ, മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ, പ്രതലബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ പെർ മീറ്റർ, കണ്ടക്ടൻസിൻ്റെ യൂണിറ്റാണ് സിമൻസ്, ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ഫാരഡ്, കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റാണ് വെബർ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ യൂണിറ്റാണ് ടെസ്ല. അപ്പം നമുക്ക് ഈ പറഞ്ഞവ ഒന്നുകൂടെ നോക്കാം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ, പ്രതലബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ, കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് സീമെൻസ്, ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്, കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ യൂണിറ്റ് ടെസ്ല. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റാണ് ക്യൂറി അല്ലെങ്കിൽ ബെക്വറൽ, വ്യാപ്തത്തിൻ്റെ യൂണിറ്റാണ് ഘനമീറ്റർ, സാന്ദ്രതയുടെ യൂണിറ്റാണ് കിലോഗ്രാം പെർ ഘനമീറ്റർ, പ്രവേഗത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്, ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഒന്നുകൂടെ നോക്കാം. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റാണ് ക്യൂറി അല്ലെങ്കിൽ ബെക്വറൽ, വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഘനമീറ്റർ, സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ ഘനമീറ്റർ, പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. താപത്തിൻ്റെ യൂണിറ്റാണ് കലോറി, ഊഷ്മാവിൻ്റെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ, ശക്തിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ പവറിൻ്റെ യൂണിറ്റ് വാട്ട്, ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ, ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്, ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. ഒന്നുകൂടെ നോക്കാം. താപത്തിൻ്റെ യൂണിറ്റ് കലോറി, ഊഷ്മാവിൻ്റെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ, ശക്തി അല്ലെങ്കിൽ പവറിൻ്റെ യൂണിറ്റ് വാട്ട്, ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ, ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്, ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്